എടാ പോങ്ങ 2 ചായയിൽ 1 വിത്തൗട്ട് 1 വിത്തൗട്ട് 1 മധുരമാവാം. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉഴുന്നുവട വേണം, പരിപ്പ് വട വേണം. ഉഴുന്നുവട. സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന L207 കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റിന്റെ റിസർവേഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൗണ്ടർ നമ്പർ 3 നിന്ന് വാങ്ങാവുന്നതാണ്. 3 മലയാളത്തിൽ കൂടെ പറയും. കൗണ്ടർ നമ്പർ 3 നിന്ന് വാങ്ങാവുന്നതാണ്. ബസ് സ്റ്റാൻഡിലൊക്കെ സാധാരണക്കാരല്ലേ സത്യേട്ടാ? ഇതൊക്കെ ആളുകൾക്ക് അറിയില്ലേ? സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മള്. സാറേ, ഈ കൗണ്ടർ നമ്പർ 3 എവിടെയാ? എടാ കൗണ്ടർ നമ്പർ 1 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 3. അപ്പൊ 1 2 മുമ്പായിരിക്കില്ലേ 1? അവിടെ പോയി അന്വേഷിക്ക്. ഇത് വെറുതെ ഇവിടെ വന്ന് എന്തിനാണ് ഇതൊക്കെ ചോദിക്കണം? അവിടെ ആരോടെങ്കിലും ചോദിക്കണോ? എടാ ഇവിടെ നിന്ന് ഇങ്ങനെ താളം ചവിട്ടാതെ കൗണ്ടർ നമ്പർ 1 എവിടെ നിന്ന് കണ്ടുപിടിക്ക്. എന്നിട്ട് 2, 3 അന്വേഷിക്ക്. ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ. സാറേ, എറണാകുളത്തേക്കുള്ള വണ്ടി എത്ര മണിക്കാണ്? 15 മിനിറ്റ് കഴിയുമ്പോൾ വരും. അല്ല, അത് നേരത്തെ ചോദിച്ചപ്പോൾ 15 മിനിറ്റ് അല്ലേ പറഞ്ഞത്? എറണാകുളത്തേക്കുള്ള വണ്ടി നേരത്തെ വെച്ചപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞു. അപ്പൊ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ. ഒരു 15 മിനിറ്റിനകത്ത് വരും. നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ? അതെന്നാ അടുത്തൊരു 15 മിനിറ്റിനകത്ത് വണ്ടി വരും. എനിക്ക് നിൽക്കാൻ പറ്റണതാണ്. അവിടെ ഇഷ്ടമാതിരി കസേര ഇടപെട, അതിൽ പോയി ഇരിക്കേ. അതിൽ ആളുകൾ ഇരിക്കാണ്. എന്നാ പോയി ഒരു ചായ കുടിച്ചിട്ട് വരൂ. 2 ചായ കുടിച്ചിട്ടാണ് ഈ വന്നത്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 11:30 പുറപ്പെടുന്ന മുണ്ടക്കയം സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്ത് പാർക്ക് ചെയ്യും. അല്ല സാറേ, എറണാകുളത്തേക്കുള്ള സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് മുണ്ടക്കയം ബസ് ഉടൻ പുറപ്പെടും. അല്ല സാറേ, എനിക്ക് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 11:30 പുറപ്പെടുന്ന മുണ്ടക്കയം സൂപ്പർ ഫാസ്റ്റ് സ്റ്റാൻഡിന്റെ വടക്കു ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ഉടൻ പുറപ്പെടുന്നതാണ്. പോയോ? എന്താണ് ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാറേ, വടക്ക് ഭാഗം ഏതാണ്? വടക്ക് ഭാഗമാണ്. വടക്ക് എവിടെയാണോ? ആ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന വടക്ക് തന്നെയാണോ? അതെ, എവിടെയാണത്? മുണ്ടക്കയം വണ്ടി കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതാദ്യം കണ്ടുപിടിക്കുക. ആ ബസ് കിടക്കണോടാണ് വടക്ക്. വേഗം വിട്ടോ, അതപ്പം പോവും. സത്യത്തിൽ വടക്ക് എവിടെയാണ്? വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന വടക്ക് ഭാഗമല്ലേ? വടക്കാണത്. എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. നിങ്ങൾ ഈ അനൗൺസ് ചെയ്യുമ്പോൾ തെക്ക് വടക്ക് എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും സംശയമുണ്ട്. അപ്പൊ നമ്മൾ തെക്ക് ബസ് പറഞ്ഞെങ്കിൽ ആ കിടക്കുന്ന സ്ഥലമായിരിക്കും തെക്ക് അല്ലേ? ആ ഭാഗം തെക്ക്. കിഴക്ക് എന്ന് പറഞ്ഞാൽ അത് കിഴക്ക്. പടിഞ്ഞാറ് ഭാഗത്ത് പാർക്ക് ചെയ്തു പറഞ്ഞാൽ അത് പടിഞ്ഞാറ്. അപ്പൊ തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറൊക്കെ നമ്മൾ തീരുമാനിക്കും. പൊട്ടന്മാരെ ആൾക്കാരെ. അതെ, ഇന്നലെ നമ്മുടെ ക്യാൻറ്റീനിലെ മധുവിന്റെ അബദ്ധം പറ്റി. ഞാൻ 3 വെജ് പപ്സ് പറഞ്ഞു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ചിക്കൻ പപ്സ്. ചുമ്മാതല്ല, ഞാൻ ഇന്നലെ 3 ചിക്കൻ പപ്സ് വന്നിട്ട് എനിക്ക് വെജ് പപ്സ് വെച്ചിരുന്നു. എന്നിട്ട് എന്റെ ചിക്കന്റെ കാശ് കൊടുത്തു. തിരിഞ്ഞു സത്യമായിട്ട് കാശ് വന്നാണ്. ഒരു കാര്യം അറിയാൻ വന്നാണേ. എന്താണ്? എന്റെ ഭർത്താവിന്റെ പേര്. ഭർത്താവിന്റെ പേരൊന്നും ഇവിടെ അറിയാൻ പറ്റില്ല. അതല്ല, എന്റെ ഭർത്താവ് ഇവിടുത്തെ ഡ്രൈവറാണ്. ഇപ്പൊ സസ്പെൻഷനും ആണ്, ലോക്കപ്പിലും ആണ്. എന്താ കാര്യം? അത് ഈ ബസ്സിലെ വള്ളിയില്ലേ, പക്ഷെ വനിതാ കണ്ടക്ടർ വള്ളീനെ അല്ല, ഈ ബസ്സിൽ കെട്ടിയിട്ടേക്കണ വള്ളി. മണിയോ? ഈ ഡോറ് തുറക്കുമ്പോ അത് എന്റെ ഭർത്താവ് ഓടിക്കണ വണ്ടിയില് ഒരാള് കേറാൻ വേണ്ടിട്ട് ആ കയറുമേ പിടിച്ച് അയാള് താഴെ വീണു, കയറ് പൊട്ടിയിട്ട്. അതിന്റെ പേരും പറഞ്ഞ് എന്റെ ഭർത്താവിനെ സസ്പെൻഡ് ചെയ്തു. ഓ, ശീതളിന്റെ ഭാര്യയാണോ? ശീതളേട്ടന്റെ വൈഫ് നിങ്ങളല്ല? അതെ, എന്റെ ചേട്ടൻ ഡ്രൈവറല്ലേ, പുള്ളി എന്ത് ചെയ്യാനാണ്? പുള്ളിനെ എന്തിനാണ് ലോക്കപ്പിലിട്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മറ്റേ അതെന്താ പ്രശ്നം എന്നറിയോ? ആ കണ്ടക്ടർ മന്ത്രിയുടെ അടുത്ത് ബന്ധുവാണ്. പിന്നെ ഇപ്പൊ ഡ്രൈവർ അല്ലാതെ യാത്രക്കാരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതല്ല, ഇപ്പൊ ജാമ്യം പോലും കിട്ടണില്ല. ജാമ്യം കിട്ടിയില്ല? ഇല്ല. ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഇവിടുന്ന് ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതെ, ഇവിടെ ഇരുന്നിട്ട് എനിക്കൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അതിനി ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലി പോകും. അതുകൊണ്ടാ നിങ്ങളൊരു കാര്യം ചെയ്യും. മൊയ്തു സാർ അപ്പുറത്തെ ബ്ലോക്കിലുണ്ട്, ജസ്റ്റ് പോയിട്ടൊന്ന് കാണും. നമ്മുടെ DTO മൊയ്തു സാർ, അതായത് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ, സാറിനെ പോയി ഒന്ന് കണ്ട് കാര്യം പറയും. ഇച്ചിരി കരഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞാൽ മതി. ആള് മനസ്സിലുള്ള ആളെ എന്തെങ്കിലും ചെയ്തു തരും കേട്ടോ. അപ്പുറത്തെ ബ്ലോക്കാ. പിന്നെ മൊയ്തു സാറ് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് ശ്രമിക്കും. ഞങ്ങൾ നോക്കുന്നുണ്ട്, യൂണിയൻ കൂടെ ഉണ്ട്. വള്ളി ഉണ്ടാക്കിയ വള്ളിക്കെട്ടെ
സത്യത്തില് യൂണിയൻ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യണം. യൂണിയനുണ്ട് ഞാൻ ഇതെന്താ ചെയ്യാൻ ആലോചിച്ചോട്ടെ. എപ്പോഴും പറയണേ നിങ്ങൾ മൈക്കിന്റെ മുമ്പാണ് ഇരിക്കണെന്നുള്ളത്. വളാന്ന് വിളിച്ചങ്ങ് പറയാണ്. ആരും കേട്ടില്ലായിരിക്കും അല്ലേ? ആ ഇപ്പൊ മന്ത്രിയുടെ ബന്ധുക്കൾ ആരെങ്കിലും യാത്രക്കാരുണ്ടെങ്കിൽ ഉണ്ടല്ലോ സത്യേട്ടാ നിങ്ങളുടെ കാര്യം സൂക്ഷിച്ചോളൂ. ഓ അവരൊക്കെ ഇപ്പൊ KSRTC ബസ്സിൽ യാത്ര ചെയ്യല്ലേ. അത് നേരാ. എറണാകുളത്തേക്ക് എത്ര മണിക്കോ ബസ്? എറണാകുളത്തേക്ക് ബസ് പോയല്ലോ. ചേട്ടാ നിങ്ങൾ ഇപ്പൊ പോയി എറണാകുളം ബസ്സിൽ പോയില്ലേ? സാറില്ല പറഞ്ഞ ചായയും കേക്കും കഴിക്കാനായിട്ട്, അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ബസ് പോയി. ചായയും കേക്കും തിന്നായിരുന്ന വീട്ടിൽ പോണ കാര്യമൊക്കെ മറന്നിട്ട് ആരെങ്കിലും ഇരിക്കുവോ? ഇനി എപ്പോഴാണ് സാറേ ബസ്? ഇനി 1 മണിക്കൂർ കഴിയും. 1 മണിക്കൂറാ? അതുവരെ ഞാൻ ഇവിടെ നിൽക്കണം. അതെ ചേട്ടാ, ഇപ്പൊ ചായ കുടിച്ച ബേക്കറിയുടെ പുറകുവശത്തായിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ നല്ല ചപ്പാത്തി കുറുമക്കറിയും കിട്ടും. അത് കഴിച്ചിട്ട് ഇരിപ്പിക്കുമ്പോഴേക്കും 1 മണിക്കൂർ കഴിയും ബസ്സും വരും. അത് കഴിച്ചിട്ട് വരാം. ബസ് വരുമല്ലോ? വരും. ഈ മൂപ്പിലപ്പോ അത് തിന്നും കുടിച്ചിട്ടൊക്കെ ഇവിടെ തന്നെ കിടക്കുന്ന തോന്നുന്നു. വീട്ടിൽ പോകില്ല. ഞാൻ അതിന്റെ പേരിൽ എന്നെ ഉപദ്രവിക്കും. ചപ്പാത്തിയും കുറുമക്കറിയും കഴിച്ചു. എന്താ പേര്? ആശാൻ. ആശാനോ? അതിന്റെ പേരാണ്ടോ? ഉണ്ണിയാശാൻ. എന്റെ ചെണ്ട പഠിപ്പിക്കണ്ടേ? അയ്യോ അല്ല സാറേ, ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കലായിരുന്നു മുമ്പ്. പിന്നെ KSRTC പണി കിട്ടി ഡ്രൈവറായിട്ട്. ശരി. അപ്പൊ പഴയ ശിഷ്യന്മാരുടെ പേരേക്ക് ആശാൻ? ആശാനാ സാറേ. ഏതാ റൂട്ട്? ഡ്രൈവിംഗ് പഠിപ്പിച്ച റൂട്ടാ. അല്ലടോ, ഈ വണ്ടി ഓടിക്കണ റൂട്ട് ഏതാണ്? അത് ബേഡെടുക്കാം, വണ്ടിയെടുക്കാം, കൊടുക്കാം. കാസർഗോഡ് അല്ലേ? അതെ. കാസർഗോഡ്. അപ്പൊ എന്റെ വണ്ടി തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്വിഫ്റ്റ് കാർ അടിച്ചിട്ട് ഒരു ചെക്കന്റെ കാലിന് എന്താ പറ്റിയത്? അതെന്റെ വണ്ടി തന്നെ. എന്താണ് ഉണ്ണി, ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ വണ്ടി ഓടിക്കുക. എത്രയാണ് കേസുകൾ ഇവിടെ വരുന്നത് ഡ്രൈവർമാരെ കുറിച്ച്? അയ്യോ എന്റെ തെറ്റല്ല സാറേ ഇത്. പിന്നെ വണ്ടി ഓടിച്ചു പോകേണ്ട തെറ്റേനി? അവൻ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവൻ പരമാവധി സൈഡിൽ ഓരോ ചെറുതിട്ട് പോയിനി. അപ്പൊ എന്റെ കുട്ടിയല്ലത്. എന്റെ സാറേ, എക്സാമ്പിള് സാറ് ഇടുന്ന് ചെറുങ്ങനെ ഒന്ന് മയങ്ങിപ്പോയി വിചാരിക്കാം. ബോധപൂർവം അല്ലല്ലോ. അതിന് ഞാനിവിടെ കിടന്ന് മയങ്ങി എന്നോട് ആരാ പറഞ്ഞത്? ഞാനിവിടെ വരുമ്പോ സാറ് നല്ല മയക്കത്തിലായിരുന്നു. ഞാൻ തോണ്ടിയപ്പോ സാർ അറിഞ്ഞത്. അതിന് ആരോടും പോയി പറയാൻ നിൽക്കണ്ട. ഇല്ല സാറേ, ആരോടും പറയാൻ നിൽക്കൂല. ഇതുപോലെ തന്നെ ഞാൻ വണ്ടി ഓടിച്ചപ്പം ചെറുങ്ങനെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പൊ ചെറുങ്ങനെ സ്വിഫ്റ്റ് കയറി ഒരട്ടി ഇത്രയുണ്ട്. ഇതും ആരോടും സാറ് പറയാൻ നിൽക്കണ്ട. ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ അല്ലേ? ഈ കസേലിന്റെ മേലെ ഞാൻ കുത്തിരുന്ന് ഉറങ്ങുന്ന പോലെയാണല്ലോ ഈ വണ്ടി കിടന്ന് ഉറങ്ങണത്. എന്റെ വണ്ടിയിൽ 10-200 ആൾക്കാർ യാത്ര ചെയ്യണില്ലേ? ഇവരൊക്കെ ജീവൻ എന്റെ കയ്യിലല്ലേ? അത് സാറേ, ഒരു ചെറിയ ശ്രദ്ധ തെറ്റി ഇവരൊക്കെ മയ്യത്തായി പോവില്ലേ? എന്ത് ലാഘവത്തോടെയാണ് ഉദാഹരണം പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്? എന്താ എന്റെ പ്രശ്നം? വണ്ടിന്റെ ഒരു സ്പെയർ പാർട്സ് പോയി സാറേ. ഏത് പാട്ടാ പോയത്? നമ്മൾ ഡോർ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഒരു കയറുണ്ടല്ല, അത് ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒന്ന് പിടിച്ചാൽ അത് പൊട്ടി സാറേ. പിന്നെ നിക്കണം. നമ്മൾ ബസ് അടിച്ചിട്ട് എത്ര ആള് മരിക്കുന്നു സാർ ദിവസവും. എന്ത് കേസുണ്ടാ, കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ലല്ലോ. നേരെ കുറച്ച് നമ്മളെ കയറ് പൊട്ടിപ്പോയാൽ തീർന്നു സാറേ. പിന്നെ അടിയായി, നാട്ടുകാരെ കുഴപ്പമായി, അടിയായി, ജയിലായി. അതുകൊണ്ട് എങ്ങനെ അത് മാറ്റി തരണം കയറ്? അപ്പൊ കയറാണ് ഇപ്പൊ നമുക്ക് മാറ്റണ്ടേ അല്ലേ? കയറ് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഒരു 3ാമത്തെ മുറിയില്ലേ? അത് പഴയ കയറ് വേണ്ട സാറേ. പഴയതല്ല, അവിടെ പുതിയത് വന്നിട്ടുണ്ട്. പുതിയത് 250 ഒരു പെട്ടിയിലുണ്ട്. അതിനകത്ത് ഒന്ന് എടുത്തോണ്ട് അതൊന്നാ മുറുക്കി കിട്ടിയാൽ മതി കേട്ടോ. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? വേറെ ഒരു ചെറിയ പ്രശ്നമുണ്ട് സാറേ. 2 ദിവസമായി പറയാൻ വിചാരിക്കുന്നത് സാർ. നമ്മ ഈ ബസ്സിൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരിക്കാൻ പോകുമ്പോ എന്നെ പേടിയാണ് സാറേ. ഇപ്പൊ കാച്ച ഗിയറിംഗ് ഉണ്ടല്ലോ, ഗിയറിംഗ് വീടിക്കുമ്പോ ഇങ്ങനെ വേറക്കും സാറേ. ഗിയർ വെക്കും. പിന്നെ പോട്ട് സീറ്റിന്റെ ഒരു ഭാഗത്തെ സ്പോഞ്ച് മൊത്തം പോയി. ഇരിക്കുമ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. നമ്മ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എല്ലാം പോകുന്നത്. പിന്നെ സ്റ്റിയറിംഗ് പിടിക്കുമ്പോ തന്നെ ഇങ്ങനെ വിറക്കും സാറേ. ഇതിങ്ങനെ വറച്ച് പോകുന്നത്. ഇത് എപ്പാ നൂരി വരുന്നത് പറഞ്ഞിട്ടാ ഞാൻ നടക്കുന്നത്. പിന്നെ ബ്രേക്കിന്റെ കാര്യം പറയാണ്ടിരിക്കുന്നതല്ലേ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊടിയാണ്. കാരണം മുകളിൽ തുരുമ്പിനെ മീട്ടത്തേക്ക് പാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ചവിട്ടിയെടുത്ത് നമ്മൾ സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തൂല, കുറച്ച് അപ്പുറം പോയി നിർത്തും. അതിന് പണിയുണ്ട്. അത് സ്റ്റോപ്പ് എത്തുന്നതിന് ഒരു 500 മീറ്റർ മുമ്പ് ചവിട്ടുക. അപ്പൊ കറക്റ്റ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. അത് ശരിയാവും സാറേ. നമുക്ക് ഈ സ്റ്റോപ്പ് 100 മീറ്റർ മുന്നോട്ട് മാറ്റി വെച്ചാലോ? കേരളത്തിലെ എല്ലാ സ്റ്റോപ്പും ഒരു 100 മീറ്റർ മുന്നോട്ട് മാറ്റി വെക്കാം, എന്റെ വണ്ടി നിർത്താൻ വേണ്ടിട്ട് അല്ലേ? എന്താ എന്റെ പേര് പറഞ്ഞ്? ഉണ്ണിയാശാൻ. ഈ ചെല്ല് എന്റെ പണി നോക്ക്. ചെല്ല് പോയിട്ട് തൽക്കാലം കയറെടുത്ത് പോയിക്കോ. ആ ഡോർ കെട്ടാളെ കയറെടുത്ത് പോയിക്കോ. ശരി സാർ. ഒരു കംപ്ലൈന്റ് വെച്ചപ്പോ 150 കംപ്ലൈന്റ് ഇട്ട് വന്നിക്ക. വരി ആരാ? എന്താണ്? എന്റെ പേര് മണ്ടോദരി എന്നാണ്. എന്റെ ഭർത്താവ് ഈ ഡിപ്പോയിലെ ഡ്രൈവറാണ്, ശീതളൻ.
ആ നമ്മളെ സസ്പെൻഷൻ കിട്ടിയ ഡ്രൈവർ ശീതളനല്ലേ? ആ അപ്പൊ എവിടെയുള്ളത്? നിങ്ങളവനെ കണ്ടോ? ജയിലിലാണ്. ആ ജാമ്യം കിട്ടാത്ത അവസ്ഥയാണ് സാറേ. ആ സത്യത്തിൽ പുള്ളി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യാതെ പിടിച്ചകത്തിട്ടോണ്ടാണോന്നറിയില്ല. ഞാൻ ചെന്നപ്പോ പരസ്പര ബന്ധമില്ലാതെ ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നായിരുന്നു. ആണോ? എന്താ നമ്മള് കാട്ടുകയെന്നാണ്. സാർ എന്തെങ്കിലും ചെയ്തൊന്ന് പുറത്തിറക്കണം. അല്ലോ ഞാൻ ഇടപെട്ട് അവനെ പുറത്തിറക്കിയാലേ ഈ സോഷ്യൽ മീഡിയക്കാര് എനിക്ക് സസ്പെൻഷൻ വാങ്ങിത്തരും. കാരണം മേലുദ്യോഗസ്ഥൻ ഇടപെട്ടിട്ട് കൊലപാതക ശ്രമം നടത്തിയ ആളെ പുറത്തിറക്കി എന്നൊക്കെയുള്ള പ്രശ്നം. സാറേ എന്ത് കൊലപാതക ശ്രമമാണ് സാറേ? അല്ല ഈ ബലമില്ലാത്ത കയറ് ആ ബസ്സിൽ കെട്ടിയിട്ടത് ശീതളേട്ടനൊന്നും അല്ലല്ലോ. അല്ല. ശീതളേട്ടൻ ഡ്രൈവർ അല്ലേ? അതൊക്കെയാണ്. പക്ഷെ ഇതിപ്പോ കേസ് ഇങ്ങനെ വന്നു. നിങ്ങളൊരു പണി, നിങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം ഒന്ന് അവതരിപ്പിക്കും. അവര് ഉപദ്രവിച്ചല്ല. എന്തിന്? പൊതുജനങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോലീസ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. ഇനി പോലീസ് ഉപദ്രവിക്കുകയാണെങ്കിൽ എന്താന്ന് പറയാൻ പറ്റില്ല. സാർ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണല്ലോ, യൂണിയനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റില്ല അതിനകത്ത്. ഇതിപ്പോ പോലീസ് ഇടപെടുന്നതല്ലേ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ മാതിരി കാര്യം പറയും, നടക്കും. ഓരെന്തെങ്കിലും വഴി കാണിച്ചു തരും കേട്ടോ. ശരി എന്നാൽ. ശരി. ഓ അല്ല പിന്നെ ഓനെ രക്ഷപ്പെടുത്താൻ ഞാനങ്ങോട്ട് ചെല്ലല്ലേ, എനിക്കതല്ലേ പണി. കൊടുങ്ങല്ലൂർ, ചൂരപ്പള്ളി, തൃശ്ശൂർ. എന്ത് കാണിച്ചത്? അനൗൺസ്മെന്റ് അടുത്തത് പറയാൻ വേണ്ടിട്ട് പേപ്പർ വന്ന് സത്യമായിട്ട് ഓർമ്മ ഞാൻ കരുതി പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അനൗൺസ് ചെയ്യാന്ന് വെച്ചാൽ അത് എന്തോ അതിന്റെ പ്രശ്നമുണ്ടോ? എന്താ ഒരു പ്രശ്നമില്ല. സമയമായില്ലല്ലോ. അല്ലാതെ ഞാൻ അനൗൺസ് ചെയ്തോ എന്താന്ന് വെച്ചാൽ സത്യമായിട്ട് എന്റെ ഭാര്യ ഇപ്പൊ വന്നിട്ട് അവൾ അടുത്ത ബസ്സിന് പോയി ഇവിടെ നിൽപ്പുണ്ട് സ്റ്റാൻഡിലേ. എന്റെ ഒച്ചയെന്ന് അതിലൂടെ അവള് കേട്ടാൻ വീട്ടിൽ ചെയ്യുമ്പോ ഒരു ഗമയല്ലേ. അനൗൺസ് ചെയ്തു. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊടുങ്ങല്ലൂർ, തൃപ്രയാർ, വാടാനപ്പള്ളി വഴി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡിന്റെ വടക്ക് വശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. പറഞ്ഞാൽ പോരെ, നീയല്ലേ പറയുന്നത് ആർക്കും പറയാവുന്ന പണിയാണെന്ന്. പെട്ടെന്ന് ഇതും നോക്കി രണ്ടും കൂടെ ആയപ്പോ ഒരു അതുകൊണ്ട് അതിൽ തുടരുതെന്ന് പറഞ്ഞു. തുടർന്നില്ല. അല്ല സാറേ, ഈ 10 മണിക്ക് പാലക്കാട്ടേക്ക് വന്ന ബസ് ഞാനിവിടെ വന്ന് അന്വേഷിച്ചു പറഞ്ഞു 10:30 വരുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ? അതെ സാറ് പറഞ്ഞു. 10:30 വന്ന് ബസ് കാണാത്തതുകൊണ്ട് വീണ്ടും വന്ന് അന്വേഷിച്ചു. അപ്പൊ 11 മണിക്ക് എന്തായാലും വരുമെന്ന് പറഞ്ഞു. 11 മണിക്ക് ഞാൻ ബസ് കണ്ടില്ല. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞു. ഇനി ആ ബസ് വരുമോ ഇല്ലയോ? എന്താണ് അവസ്ഥ? ഇനിയിപ്പോ വരുമോ? അതിപ്പോ ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഇനിയിപ്പോ വരാൻ സാധ്യത കുറവാ. ഇനിയിപ്പോ നോക്കണേ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? അതെങ്ങനെ നേരത്തെ പറയണത്? ഒരാള് വന്നിട്ട് കാര്യം ചോദിക്കുന്ന സമയത്ത് തന്നെ ആദ്യമേ ഇല്ലാന്ന് പറയാ. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും? മാത്രമല്ല KSRTCക്ക് ഒന്നാമതേ ചീത്തപ്പേരാ. അല്ല ഈ യാത്രക്കാർ ഇത്രയും സമയം ഇവിടെ നിന്നോട്ടെ എന്നാണ്. എന്നാ പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി സംസാരിക്കണ്ടേ നിങ്ങൾ? ഈ അന്വേഷണമുള്ള ബോർഡ് വെച്ചെന്തിനാണ്? ഇതിപ്പോ അതെ, ഇവിടെ വന്ന് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് മറുപടി തരിക എന്നുള്ളത് ഞങ്ങളുടെ ജോലി. അല്ലാതെ ബസ് ഇവിടെ കൊണ്ട് എത്തിച്ചേരാന്നുള്ള അതൊന്നും ഞങ്ങളുടെ ജോലി പെടുന്നതല്ല. ശമ്പളം ഇയാളെ ഞങ്ങളെ ഉത്തരവാദിത്വം ഒന്നും പഠിപ്പിക്കില്ല. ശമ്പളം ഉത്തരവാദിത്വം. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തൃശൂർ പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് സ്റ്റാൻഡ് വിട്ട് പോകണം. അതെ, ഈ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട്. എന്ത് തെളിയാ കേൾക്കണമെന്നറിയുമോ ദിവസം? ജോലിയുടെ ശീതള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയല്ലേ? പോലീസുകാർ തല്ലിയോ? പോലീസുകാർ തല്ലിയോന്നോ? കണ്ടിക്ക് ഞാൻ കണ്ടിക്ക് ഞാൻ ആരെ എന്തിന് ഓക്കെ കണ്ടിക്ക് ഞാൻ ഒട്ടായോ? എനിക്ക് പേടിയാവുന്നു. എന്താണിപ്പോ ജോലിക്ക് നേരെ പോകണ്ടോ?
സന്തോഷമായിരിക്കാന്ന് എല്ലാവരും അല്ലേ? അല്ല, എനിക്ക് ഓ വേണ്ട, നിങ്ങളൊക്കെ ഇരിക്കും. അല്ല, എനിക്കും അവിടെ ഇരിക്കാൻ അർഹതയില്ലല്ലോ. എന്നെ പിടിച്ച് പുറത്താക്കിയിരിക്കല്ലേ? നിങ്ങളൊക്കെ ഇരിക്കും. നിങ്ങളൊക്കെ ഇരുന്ന് ജോലി ചെയ്യേണ്ടത്. എന്തിനെവിടെ വന്നിരിക്കുന്നതാണ്? 10-20 വർഷം കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് ജോലി ചെയ്താണ് KSRTC ഡ്രൈവറായിട്ട്. എന്നെ പിടിച്ച് പുറത്താക്കിയത് തെറ്റ് ചെയ്തോണ്ട് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇത് ജോലി ചെയ്യണം. അറിയാമല്ലോ. പിന്നെ എന്തിനാ എന്നെ പിടിച്ചിരിക്കുന്നത് അവിടെ നിങ്ങള് ഒക്കെ കത്തിക്കുന്നതാണ്. ശീതലേട്ട സത്യം പറഞ്ഞ ഞാനും സത്യേട്ടനും ശീതലേട്ടനും ജാമ്യം കിട്ടാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കും. ഒരുപാട് വഴിപാട് നടത്തുന്നുണ്ട്. പിന്നെ മാത്രമല്ല ശീതള, നമ്മളിപ്പോ നിരപരാധിയായിട്ടുള്ള ഒരാളെ ലോക്കപ്പിൽ അടച്ചതിന്റെ പേരിൽ നമ്മുടെ യൂണിയനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ധർണ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. മുരുകൻ വന്ന് പറഞ്ഞു എന്നോട്. ഏത് മുരുകൻ? ഡ്രൈവർ മുരുകനായിരിക്കും. അല്ല, പളഞ്ഞി മുരുകൻ. ഞാൻ ജയിലിൽ കിടക്കുമ്പോഴേ മുരുകൻ നേരിട്ട് എന്നോട് വന്ന് പറയാണ്, നിങ്ങൾ രണ്ടാളും വല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടേണ്ടത് എന്റെ കാര്യത്തിന് കേട്ടോളി. ഇനി കൂടുതൽ കിടന്ന് നെകളിക്കാൻ നിൽക്കണ്ട. ഉള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. മണ്ടോതിരി വന്നവിടെ? ഇല്ല അങ്ങനെ ഒരാൾ വന്നിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടില്ല. അവള് വന്നിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ അവള് പറഞ്ഞില്ല അവളിവിടെ വന്നു. അവളെങ്കിൽ ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ആര്? എന്റെ ഭാര്യ മണ്ടോതിരിയാ? ഭാര്യ വന്നു. വന്നു അല്ലേ? വന്നു. എന്താ അങ്ങനെ മാറ്റി പറയുന്നത്? ഇതല്ല നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പേര് നമുക്ക് ഓർത്തു വെക്കില്ലല്ലോ. ഓർത്ത് വയ്ക്കാത്തത് എന്റെ ഭാര്യയാണെന്നുള്ള അറിയാലോ. പിന്നെ വരുമ്പോ അതങ്ങോട്ട് പറഞ്ഞ പോലെ എന്തിനാ അങ്ങനെ കിടന്നിട്ട് അഭിനയിക്കണതാണ്. താൻ നോക്കി എവിടെയൊക്കെ കുത്തി കയറ്റാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാലും പോയിട്ട് നിൽക്കുകയാണ്. ചോദിച്ചതിന് മറുപടി പറയും. കറക്റ്റ് മറുപടി പറയും. തകർത്തിന്റെ പോണ് ഞാൻ കളം നായ്ക്കളെ വന്നിരിക്കുന്നു. വലിയ ഡിപ്പോക്കാരി. ഇതെന്താണ് അനൗൺസ്മെന്റ്? ശരിയാക്കി തരാം. അതെ, ഈ ഡിപ്പോന്ന് യാത്ര പോകാനിരിക്കുന്ന മാന്യന്മാരായിട്ടുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്, നീ ഒരോട്ട ബസ് ഈ ഡിപ്പോന്ന് പോവില്ല. വെറുതെ ഇവിടെ കണ്ണും പിടിച്ച് നോക്കി നിൽക്കാണ്ടേ പിന്നെ ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ പോയി കളം നായിക്കളെ. എന്താണ് എന്താ വേണ്ടത് നിനക്ക്? എന്താ നീ കൈ കാലത്ത് കാണിക്കുന്നു? ഇവിടെ ഒന്നിനിവിടെ വാഴ്ത്തില്ല. ഞാന് ഓക്കെ കണ്ടില്ല. ഞാൻ